ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തൊട്ടാണ് അശ്വിൻ്റെ സംഭവബഹുലമായ ഭാര്യ വീട് സന്ദർശനത്തിൻ്റെ തുടക്കം. അങ്ങനെ ഒരു വിധത്തിൽ അശ്വിനും ശ്രുതി ആ രംഗോളിയൊക്കെ കടന്ന് വീട്ടിലെത്തുന്ന സമയത്ത് അമ്മായി ഡോറ് തുറക്കുമ്പോൾ അശ്വിനെ ശ്രുതിയും കാണും. അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ കുറേ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഇവരെ കണ്ട സന്തോഷത്തിൽ അമ്മായി അമ്മയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ വരുന്നുണ്ട്, ഒരു ആരതിത്തട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ശ്രുതിയും അശ്വിനെ ഒഴിയുന്നൊക്കെ ഉണ്ട് ആരതി വെച്ച്. അതിന് ശേഷം കുറി നെറ്റിയിൽ ചാർത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് മധുരം നൽകുന്നുണ്ട്. അപ്പോൾ അശ്വിന് മധുരം കഴിച്ചുകൂടല്ലോ. അതിന് പകരം ശ്രുതി അശ്വിൻ്റെ കൂടെ മധുരം എടുത്ത് കഴിച്ചിട്ട് പറയുന്നുണ്ട്, അല്ല അശ്വിൻ സാറ് കഴിച്ചാലും ഞാൻ കഴിച്ചാലും ഒരുപോലെ തന്നെയാണല്ലോ, ഞങ്ങൾ രണ്ടും ഒന്നാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന അശ്വിൻ ഒരു ഞെട്ടലോടെ ശ്രുതിയെ നോക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി മാക്സിമം മുതലെടുക്കുകയാണ് കേട്ടോ. ശ്രുതി മുതലെടുത്ത് തുടങ്ങി. അപ്പോൾ എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട് ഒരു മര്യാദയുടെ പുറത്ത്, താങ്ക്സ് ആൻറ്റീന്ന്. പക്ഷേ അപ്പോൾ ശ്രുതി ഉടനെ പറയുന്നുണ്ട്, ആൻറ്റി എന്നോ, അമ്മയെന്ന് പറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ എന്തോ പോലെ ആവുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിയെ നോക്കുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ്റെ നോട്ടം കാണുമ്പോൾ ഉടനെ അമ്മ പറയുന്നുണ്ട്, മോന് ഇഷ്ടമുള്ള എന്നെ വിളിച്ചാൽ മതിയെന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് രണ്ടാളും എന്ന് പറഞ്ഞ് അവരകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അശ്വിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അശ്വിൻ നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് അമ്മയും അമ്മായിയും ശ്രുതി അങ്ങനെ ഓരോരുത്തരായിട്ട് ഇഷ്ടംപോലെ ആഹാരം കൊണ്ട് അശ്വിൻ്റെ മുന്നിലേക്ക് കൊണ്ട് വയ്ക്കുവാണ്. ഇത് കാണുന്ന അശ്വിൻ ഒന്ന് കുഴഞ്ഞു പോവാണ്. അങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം, എന്തിന്ന് കഴിക്കണം എന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന സമയത്ത് അശ്വിൻ മനോരമയുടെ വാക്കുകൾ ഓർക്കുവാണ്. കുഞ്ഞൻ ബേബി മോൻ അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ അവരെല്ലാം വലിച്ചു തരും എന്നുള്ള വാക്കുകൾ അശ്വിൻ ഒന്ന് ഓർത്തു പോകും. പിന്നെ മനോരമ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മോന് എന്തെങ്കിലും അസുഖം വരും, ഈ ഗുളിക കഴിച്ചാൽ മതി. അതും അശ്വിൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം അമ്മ പറയുന്നുണ്ട്, മോൻ കഴിക്കുമെന്ന് പറയുന്ന സമയത്ത് അശ്വിൻ കുറച്ചെടുത്ത് കഴിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചൂടെടുക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് പക്ഷേ ശ്രുതിക്ക് മനസ്സിലാവില്ല, പക്ഷെ അമ്മായിക്ക് മനസ്സിലാവും. അങ്ങനെ അമ്മായി പറയുന്നുണ്ട്, ഓ മോന് ചൂടെടുക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ കൂളർ അങ്ങ് ഓൺ ചെയ്യും. പക്ഷെ കൂളർ ഓൺ ചെയ്യുന്ന സമയത്ത് കൂളറിന് അതിശക്തമായ സൗണ്ട് വരുന്നതല്ലാതെ കാറ്റൊന്നും വരുന്നില്ല. അങ്ങനെ അമ്മായി ചോദിക്കുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ശ്രുതി അശ്വിൻ പിന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, അമ്മായി കാറ്റൊന്നും വരുന്നില്ലെന്ന്. അങ്ങനെ അമ്മായി ആ ഒരു കൂളർ ഡൈനിങ് ടേബിളായി അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിന് വലിയ നീട്ടം കാണില്ല അതിൻ്റെ വയറിന്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ വയറ് മുറിയുമെന്ന്. അപ്പം എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഡൈനിങ് ടേബിൾ കൂളറിൻ്റെ അടുത്തേക്ക് കൊണ്ട് ഇടാമെന്ന് പറയും. അങ്ങനെ അമ്മയും ശ്രുതിയും കൂടെ ഡൈനിങ് ടേബിൾ അശ്വിനെ എണീപ്പിച്ചിട്ട് കൂളറിൻ്റെ അടുത്തേക്ക് കൊണ്ടിട്ടതിന് ശേഷം അശ്വിനെ ഇരുത്തുന്നുണ്ട്. അപ്പോഴും വലിയ കാറ്റൊന്നും വരുന്നില്ല. അത് കഴിഞ്ഞ് അമ്മയാണെങ്കിൽ, അയ്യോ ഞാൻ ഒരു കാര്യം മറന്നല്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ടൊരു പ്ലേറ്റ് നിറച്ച് ബീട്രൂട്ട് ഹൽവ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോന് ഷുഗർ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തേൻ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒന്നാമത് അശ്വിൻ ഇത്രയും ഫുഡൊന്നും കഴിക്കില്ല, ഫുഡൊട്ട് ഇഷ്ടപ്പെട്ടതും ഇല്ല അശ്വിന്. പക്ഷേ ഇതിവിടെ കാണുമ്പോൾ അശ്വിന് മൊത്തത്തിൽ കുഴയും. എന്നിട്ട് പറയുന്നുണ്ട്, മോൻ ഇത് കഴിക്കുന്നു. ആ സമയത്ത് അശ്വിൻ പറയുന്നു, അയ്യോ വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എണീക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. അശ്വിൻ കൈ കഴുകാൻ നോക്കുമ്പോൾ അവിടെ സോപ്പായിരിക്കും, ഹാൻഡ് വാഷ് കാണത്തില്ല. അപ്പോൾ അശ്വിനാണെങ്കിൽ ഇങ്ങനെ ഹാൻഡ് വാഷ് തിരഞ്ഞ് നിൽക്കുന്ന സമയത്ത് ശ്രുതി വരും. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയ ഫുഡൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ലല്ലേ, അതോ ഇനി എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിനാണെങ്കിൽ ഒരു രൂക്ഷമായ നോട്ടം ശ്രുതിയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്തേക്ക് അമ്മായി വിളിക്കുന്നത്. അങ്ങനെ ശ്രുതി നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവയുടെ നെയ്ബറായിട്ടുള്ള ഒരു ആളവിടെ വരുന്നുണ്ട്. പുള്ളിക്കാരി വന്നിട്ടാണെങ്കിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, പാലുണ്ടോ, കടയൊന്നും തുറക്കാത്തതുകൊണ്ട് പാൽ വാങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പോകുന്ന കാണുമ്പോഴത്തേക്ക് ആ ചേച്ചി എല്ലായിടത്തും ഇങ്ങനെ നോക്കുന്നുണ്ട് എത്തി വലിഞ്ഞൊക്കെ. അപ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട് എന്താന്ന് ചോദിക്കുമ്പോൾ, അല്ല ശ്രുതിയുടെ ഭർത്താവ് വന്നെന്ന് അറിഞ്ഞു, അതാ ഞാൻ ഒന്ന് നോക്കിയെന്ന് പറയും. അപ്പോഴത്തേക്ക് അമ്മായിക്കാണെങ്കിൽ കാര്യമൊക്കെ ഏകദേശം കത്തും, ഇവർ വന്നേക്കുന്നത് പാലിനല്ല അശ്വിനെ കാണാനാണെന്ന്. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, ഓ അശ്വിൻ ഇപ്പോൾ കഴിച്ചിട്ട് അങ്ങ് പോയതേ ഉള്ളെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പാല് കൊണ്ട് കൊടുക്കുമ്പോൾ, ശരി എന്നാൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരി അങ്ങ് പോകും. അത് കഴിഞ്ഞ് ശ്രുതിയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മായിയുടെ അടുത്ത്, ഇതെന്താ അമ്മായി ഇവർക്കൊക്കെ പറ്റിയത്, ഇന്ന് കടയൊക്കെ അടവാണോ അതിന് പാല് വാങ്ങാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അമ്മായി പറഞ്ഞു, എനിക്കറിയില്ലെന്ന്. അപ്പോഴായിരിക്കും അടുത്തൊരു കോളിംഗ് ബെല്ല് ഒച്ച കേൾക്കുന്നത്. അങ്ങനെ ശ്രുതി പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അടുത്തൊരു നെയ്ബറായിരിക്കും അത്. പുള്ളിക്കാരി പറയുന്നുണ്ട്, കുറച്ച് പഞ്ചസാര വേണമായിരുന്നു മോളെ, വാങ്ങാൻ പറ്റിയില്ല, നാളെ കൊണ്ടുവരാമെന്ന്, വൈകിട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. ഞാൻ ഇപ്പം എടുത്തോണ്ട് വന്ന് പറഞ്ഞ് പഞ്ചസാര കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആണെങ്കിൽ ആ നെയ്ബർ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതിയുടെ ഭർത്താവെന്നൊന്ന് കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അദ്ദേഹം ഉറങ്ങുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ പുള്ളിക്കാരി പറയുന്നത്, എന്നാൽ പിന്നെ ഇതിൻ്റെ ബാക്കി ഞാൻ വൈകിട്ട് കൊണ്ട് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ ഈ പഞ്ചസാര തരാൻ വേണ്ടി വരണമെന്നില്ല, വെറുതെ ആയാലും വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നെയ്ബർ ശരി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതിന് ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ എന്താ പറ്റിയ അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മ പറയുന്നുണ്ട്, അത് മോളെ ഇവരൊക്കെ വന്നത് അശ്വിനെ കാണാനാണ് എന്ന് പറയുന്നുണ്ട്. അതേക്കും ശ്രുതി ഒരു ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട്, അശ്വിൻ സാറിനെ കാണാനോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന വെച്ചാണ് എപ്പിസോഡിൻ്റെ അവസാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും മിക്കവരും എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള റിവ്യൂസും പ്രൊമോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.